വേണ്ട മെന്നെ, പാട്ട് സീൻ കഴിഞ്ഞു. ഇതപ്പൊ സ്റ്റണ്ട് സീനാ. അടുത്തത് ഇവരുടെ കുളി സീനാവും. നമ്മളെന്തിനാ വെറുതെ ഏടാക്കൂടത്തിന്റെ ഇടയിൽ എലിപ്പത്തായം വെച്ച് കൊടുക്കണേ? തലേമ തലതല്ലി ചാവടൊന്നും തെറിച്ച പിള്ളേരാ. പോയി തലതല്ലി ചാവട്ടേന്ന്. മേന്നെ ഇങ്ങോട്ട് വാ. ഞങ്ങളുടെ പാർട്ടി, നിന്റെ ഈ പാർട്ടി ഉണ്ടല്ലോ, അത് എന്റെ പാർട്ടി ആയിരുന്നു ഒരു കാലത്ത്. അറിയോ നിനക്ക്? പാർട്ടിക്ക് വേണ്ടി ഞാനും കുറെ പേരെ തല്ലിയിട്ടുണ്ട്. ഒടുവിൽ എന്റെ കാലത്ത് തല്ലി പിടിച്ചപ്പോ ഒറ്റ പട്ടി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്റെ ഒക്കെ ഗതി തന്നെടാ, മറക്കണ്ട. ഞങ്ങളെ കൊടിയവൻ തന്തയുടെയും തള്ളയുടെയും കണ്ണീരിനകത്ത് ഏത് കൊടിയുണ്ടോ അവിടെ? ഏത് പ്രസ്ഥാനം ഉണ്ടോ അവിടെ? പോടാ, ക്ലാസ്സിൽ പോയിരിക്കടാ, പോടാ. ആഹാ, താൻ ഇവിടെയായിരുന്നോ? ഇവിടെ ആയിരുന്നു മാത്രമല്ല, ഇപ്പോഴും ആണ്. ആളുണ്ടാവും, പക്ഷെ മനസ്സുണ്ടാവില്ല. ഈ സ്വപ്നാടകരുടെ വർഗത്തിലാണല്ലോ നിങ്ങൾ കവികൾ. അയ്യോ, വിക്ടറുടെ കയ്യിൽ ചോര. എന്താ പറ്റിയേ? ആഹാ, ഇങ്ങനെയുണ്ടായോ? തമാശ കളാ. വെറുതെ ഷർട്ടിലൊന്ന് ചോരയാ കണ്ട, തുടച്ചോളൂ. ചെറിയൊരു ഉന്തും തള്ളും പിടിച്ചു മാറ്റാൻ ചെന്നതിന് കിട്ടിയ സമ്മാന. എന്തെങ്കിലും ഒന്ന് പറയടോ. തന്നോട് വല്ലോ മിണ്ടിയും പറഞ്ഞിരിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന്. ഇതിപ്പോ ഒറ്റയ്ക്കിരിക്കുമ്പോ വർത്താനം പറയണമെന്ന് തോന്നും. ആരെങ്കിലും കൂട്ട് കിട്ടിയാ അവര് പറയണത് കേട്ടിരിക്കാനാ ഇഷ്ടം. വാക്ക് കേൾക്കാൻ മാത്രമല്ല, പറയാനുള്ളതാ. കേൾവിയും പ്രശ്നമായി തുടങ്ങി ഇവിടെ. കോളേജിൽ വരുമ്പോ ആരും പറയണത് മനസ്സിലാവാണ്ടായിരിക്കണു. വല്ല ചൈനയിലോ മറ്റോ ചെന്ന് പെട്ട പോലെ. നാട്ടിൽ പോയാ എല്ലാവരുടെയും ഭാഷ എനിക്ക് മനസ്സിലാവും. കിളികളുടെയും പുല്ലിന്റെയും പൂവിന്റെയും. ഞാനിതൊക്കെ കൊത്തിക്കളച്ച് വെക്കാനും ചിക്കി മാന്താ കോഴികളും അയൽവക്കത്ത് കിടന്ന് വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അവൻ മാത്രം മൂക്കിക്കൂടി ബാക്കിയുള്ളവരെ കാസരത്തിൽ കൂടി തുമ്മണെന്നാ അവന്റെ വിചാരം. തെങ്ങ് ഏറണമെങ്കിൽ അവന്റെ ഒക്കെ കയ്യും കാലും പിടിക്കണം. എന്താ ഇപ്പൊ ഒരു വരവ്? കോളേജില് സമര, അതുകൊണ്ടാ ഞാൻ. അപ്പളേക്കും കൂടി ഓടി പോടുന്നുണ്ടോ നിനക്ക്? അവിടെ ഇന്ന് എന്തെങ്കിലും വായിച്ചൂടെ? 10-27 ഉറുപ്പ്യ വേണം പോയി വരാൻ. തെങ്ങുമെന്നേ ഉറുപ്പിയെല്ലാം ഉണങ്ങി വീഴുന്നത്. ഇതാ ഈ തേങ്ങ അവിടെ കൊണ്ടുപോയിക്കോ. കുടിക്കാൻ എനിക്കിത്തിരി ചുക്കവെള്ളം വേണമെന്ന് ചിറ്റോട് പറഞ്ഞിരിക്കേ. ഇന്ന് സമരായതുകൊണ്ടാ വന്നേന്നല്ലേ പറയാൻ പോണത്. ഞാനും അങ്ങനെ പറഞ്ഞോളാം കേട്ടോ. ഈശ്വരാ, ഉപദ്രവമില്ലാത്ത ഒരു നുണ പോലും ചിറ്റയോട് പറയാൻ പറ്റില്ലാന്നായി. അല്ല, പിള്ളേരെവിടെ പോയി? അവർക്കുണ്ടോ സ്കൂളിൽ നിന്നെ പോലെ സമരവും ബന്ധമൊക്കെ? വർത്താനൊക്കെ പിന്നെ. തൊപ്പിയും കുപ്പായൊക്കെ ഊരി വെച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. മോഹം കണ്ടാൽ അറിയാം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. പുഴയിലൊന്നും മുങ്ങിട്ടാവാം. അപ്പോഴേക്കും മുരിങ്ങയുടെ ഇലയൊക്കെ റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. ഈ നേരമില്ലാത്ത നേരത്ത് പുഴയിലേക്കാ? ഇവിടെങ്ങാനും കുളിച്ചാ മതി കുട്ടിയെ. ഇടയ്ക്ക് വരണ തന്നെ പുഴയിലൊന്നും നീന്തി കുളിക്കാനും ചിറ്റയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനുമാണ്. സ്കൂള് വിട്ട് ശാന്തയും പിള്ളേരും വരാറായി. കുട്ടികൾ പുഴയിൽ പോണോന്ന് പറഞ്ഞ് ബഹളം വെച്ച് നിന്റെ പിന്നാലെ കൂടും. അവര് വന്നിട്ട് പോയാ പോരെ മോളെ. അയ്യോ, ഏട്ടന് കുടിക്കാൻ ചുക്കുവെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നു. ഈശ്വര, മറന്നൂലോ. അവന്റെ വായി ഇരിക്കുന്നൊന്നും എനിക്ക് കേൾക്കാൻ വയ്യ. കുട്ടി എന്നെ കൊണ്ടുപോയി കൊടുത്തോളൂ. ചെവിയിൽ ഇത്തിരി പഞ്ഞി വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. പറയാ, ചത്ത പശുവിന്റെ പോത്തിന്റെ ഒക്കെ പല്ലെടുത്ത് ആസിഡിലിട്ട് പിന്നെ പഞ്ചസാര വെള്ളത്തിലിട്ടിട്ട് ഗ്യാസ് മിഠായി ഉണ്ടാക്കണേന്ന്. ചിറ്റേരം മരുന്ന് മേടിച്ചില്ലേ ശാന്ത? കിട്ടിയില്ല. ആ ക്യാപ്സൂൾ തീർന്നു. ഇനി വന്നിട്ട് വേണമെന്ന്.
ചെല്ല്, ആരതി വന്നിട്ടുണ്ട്. ഹായ്. ബബിൾക്കം കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ കാണാണ്ട് പിന്നെ തരാട്ടോ. സ്വകാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ആരതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണ്ട കേട്ടോ. ചവച്ച് ചവച്ച് വീർപ്പിച്ച് നടക്കണ കണ്ട എനിക്ക് അരിശം വരും. അതമ്മയ്ക്ക് പല്ലുവേനുള്ളോണ്ടാ അസൂയ. ആ ദേ ഉടുപ്പൊക്കെ മാറ്റി വേഗം വന്നാൽ ഒരു സൂത്രണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി. കളിക്കാൻ കുളിക്കാൻ ഞാറേക്ക് പോവാം, ഞാറേ കണ്ട. ആ അമ്മൂന് കുറേശ്ശെ നിരുവീഴ്ചയുണ്ട്. വെള്ളത്തിൽ തലമുങ്ങാൻ സമ്മതിക്കണ്ട. ആ, നീ എപ്പോഴാ വന്നേ? ഞാൻ കുറച്ചു നേരമേ ഉള്ളൂ. സമരം ഉണ്ടാവുന്ന പറഞ്ഞേ. അവിടെ ഇരുന്ന ഒരു പുസ്തകം വായിക്കാനും കൂടെ ആരും സമ്മതിക്കില്ല. നാ, അമ്മു വാ. ഇന്നാള് വന്നപ്പോഴും പിന്നെ എവിടെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. ഇന്ന് കഥ പറഞ്ഞെന്നില്ലെങ്കിൽ രാത്രി കിടക്കുമ്പോ അമ്മയുടെ മൂക്ക് ചിത് ഞാൻ ഉപ്പിലിടും. അല്ലല്ല, ഞാൻ അമ്മയുടെ വാൽ മുറിച്ചു കളയും. അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ ഇങ്ങനെ വന്ന് രണ്ടിനെ കട്ടിച്ചു മുറിച്ച് ഉപ്പും മുളകും പെരട്ടി കറുമുറ തിന്നും. അയ്യോ, നിക്കടെ അവിടെ. ഓടിക്കാൻ. രണ്ടിനെ ഇന്ന് ഞാൻ